മാമോദീസ എന്ന കുദാശയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുദാശ. ആ കുദാശയിലൂടെയാണ് ഒരു വ്യക്തി സഭയിലേക്ക് കടന്നു വരുന്നത്. സഭയിലേക്ക് കടന്നു വന്ന് മറ്റു കുദാശകളെല്ലാം സ്വീകരിക്കാൻ അവസരം ലഭിക്കുന്നത് മാമോദീസ എന്ന കുദാശയിലൂടെ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് മാമോദീസ എന്ന കുദാശ വളരെ പ്രധാനപ്പെട്ട ഒരു കുദാശയാണ്. മാമോദീസ എന്ന കുദാശയിലൂടെ നമ്മളൊക്കെ കർത്താവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാവുകയാണ്. മാമോദീസ സ്വീകരിച്ച എല്ലാവരും പുരോഹിത ഗണമാണ്. ഈ പുരോഹിത ഗണത്തിൽ നിന്നും തിരുപ്പട്ടം എന്ന കുദാശയിലൂടെ ഏതാനും പേരെ ശുശ്രൂഷ പൗരോഹിത്യം നൽകിക്കൊണ്ട് ഈ പുരോഹിത ഗണത്തിന് ശുശ്രൂഷ ചെയ്യാനായിട്ട് വേർതിരിക്കുകയാണ്. അവരാണ് വൈദികരും മെത്രാന്മാരൊക്കെ. അതിന് പറയുന്ന പേരാണ് ശുശ്രൂഷ പൗരോഹിത്യം. എല്ലാവർക്കും ഉള്ള പൗരോഹിത്യം പറയുന്ന പേരാണ് പൊതു പൗരോഹിത്യം. ഈ പൊതു പൗരോഹിത്യം സ്വീകരിച്ച വ്യക്തികളും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച ഞങ്ങളും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന 6 കാര്യങ്ങളുണ്ട്, 6 ഗുണങ്ങൾ. എൻ്റെ രൂപതയുടെ പേര് ഹോസൂർ എന്നാണ്. അതുകൊണ്ട് എച്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഹോസൂരില് മെത്രാനായ ശുശ്രൂഷ പദവി സ്വീകരിച്ചിരിക്കുന്ന ഞാൻ ആഗ്രഹിക്കുക എച്ചിൽ നിന്ന് ആരംഭിക്കുന്ന 6 ഗുണങ്ങൾ പൗരോഹിത്യം സ്വീകരിച്ച എല്ലാവർക്കും വേണമെന്നാണ്. മെത്രാന്മാർക്കും വൈദികർക്കും അൽമായർക്കും. അതിൽ ഒന്നാമത്തെ ഗുണമാണ് ഹ്യൂമിലിറ്റി. വി ഷുഡ് ബി ഹംബിൾ. നോക്കിയേ, കർത്താവ് കാലിത്തൊഴുത്തിൽ പിറന്നു, കാലികൾ മധ്യേ കിടന്നു, കഴുതപ്പുറത്തിരുന്നു, കാലുകൾ കഴുകി, കാൽവരിയിൽ അവഹേളനത്തിന്റെ ചിഹ്നമായ കുരിശിൽ മരിച്ചു. തന്നെ എളിമപ്പെടുത്തുന്ന യേശുവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ ആരും കേട്ടിട്ടുണ്ടാകില്ല ഒരു സ്ത്രീ ഒരു കുഞ്ഞിനെ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു എന്ന്. ചിലപ്പോൾ തീരെ നിർധനരായ വ്യക്തികളെ കടത്തിണ്ണയിൽ പ്രസവിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീ കാലിത്തൊഴുത്തിൽ പ്രസവിച്ചു എന്ന് കേൾക്കുന്നത്. അത് തമ്പുരാൻ കർത്താവ് ദൈവപുത്രന്. ആ ശൂന്യവൽക്കരണത്തിന്റെ ക്ലൈമാക്സ് ആണ് അവിടെ കാണാൻ സാധിക്കുക. അപ്പോ ആ യേശുവിന്റെ പൗരോഹിത്യം സ്വീകരിച്ച നമ്മള് തീർച്ചയായിട്ടും ഹംബിൾ ആയിരിക്കണം, എളിമയുള്ളവരായിരിക്കണം. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ഞാൻ മെത്രാനായാലും അച്ഛനായാലും അൽമായനായാലും നമുക്ക് ആർക്കൊന്നും അഹങ്കരിക്കാനില്ല. ദൈവം നൽകിയ ദാനം, അതും ശുശ്രൂഷ പദവിയാണ്. ഇതൊക്കെ ഉന്തുകാലിലിരുന്ന് കാല് കഴുകാൻ വേണ്ടിയിട്ടാണ് പൗരോഹിത്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പട്ടം സ്വീകരിക്കുന്നത് പവറ് കാണിക്കാനല്ല, പാദം കഴുകാനാണെന്ന്. ആ ഒരു ചിന്ത, തിരിച്ചറിവ് എനിക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അപ്പൊ പൗരോഹിത്യം സ്വീകരിക്കുന്ന അൽമായരും വൈദികരും മെത്രാനും ഒക്കെ എളിമയുള്ളവരായിരിക്കണം. വി ഷുഡ് ബി ഹംബിൾ. രണ്ടാമത്തെ ഗുണമാണ്, എച്ചിൽ നിന്ന് ആരംഭിക്കുന്ന ഗുണമാണ് ഞാൻ ചിന്തിക്കുക, വി ഷുഡ് ബി ഹ്യൂമൺ. മാനുഷിക പരിഗണനയുള്ളവരായിരിക്കണം. നോക്ക്, കർത്താവ് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട പെണ്ണിനെ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു കൊല്ലണം നിയമം നിലനിൽക്കെ ഈശോ എന്താ പറഞ്ഞേ? സാരില്ല മോളെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു, മേലിൽ നീ പാപം ചെയ്യാതിരുന്നാൽ മതി. എത്ര മാനുഷിക പരിഗണനയുള്ള വ്യക്തിയാണ് ഈശോ. അല്ലെങ്കിൽ വിശക്കുന്ന ജനത്തിന് അപ്പം വാങ്ങിക്കൊടുക്കാൻ ഞാൻ ടൗണിലേക്ക് പോട്ടെ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, വേണ്ട, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. വിശക്കുന്നവന്റെ വിശപ്പറിയുന്ന യേശുവാണ് നമ്മുടെ നാഥനും നേതാവും. വി ഷുഡ് ബി ഹ്യൂമൺ. ആ മാനുഷിക പരിഗണന നമുക്കുണ്ടാകണം. ഇനി വി ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്. കഠിനാധ്വാനം ചെയ്യുന്നവരായിരിക്കണം, മടിയന്മാരാകരുത്. യേശുവിന്റെ പൗരോഹിത്യം സ്വീകരിച്ച നമ്മളൊക്കെ കഠിനാധ്വാനം ചെയ്യണം കർത്താവിനായിട്ട്. നോക്ക്, ഈശോ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് അവശരെ സഹായിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിശ്രമിക്കാൻ സമയമില്ല. ഫുൾ ടൈം വർക്ക്, കഠിനാധ്വാനം. വി ഷുഡ് ബി ഹാർഡ് വർക്കിംഗ്. മൂന്നാമത്തെ ക്വാളിറ്റി നമുക്കുണ്ടാകേണ്ട മൂന്നാമത്തെ ക്വാളിറ്റി. നാലാമത്തെ ക്വാളിറ്റിയാണ് വി ഷുഡ് ഹാവ് ദ ഹെൽപ്പിംഗ് മൈൻഡ്. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകണം. ആർക്കാണോ നമ്മുടെ സഹായം ആവശ്യമെന്ന് തേടി നടന്ന് അവരെ സഹായിക്കുന്ന യേശുവിന്റെ മാതൃക, മോഡല് നമ്മൾ സ്വീകരിക്കണം. ഇനിയും അഞ്ചാമത്തെ ക്വാളിറ്റി, ഹേറ്റ്രെഡ്ലെസ്. ഒരിക്കലും ആരോടും വെറുപ്പും വൈരാഗ്യവും പാടില്ല.
കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എന്നെ ദേ കുരിശിൽ കെട്ടിയിരിക്കുന്നു, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ. എങ്ങനെയാണ് യേശുവിൻ്റെ ശിഷ്യന്മാരായ നമുക്ക് അല്പമെങ്കിലും വെറുപ്പോ വൈരാഗ്യമോ ആരോടെങ്കിലും മനസ്സിൽ വെച്ച് പുലർത്താൻ സാധിക്കുക? ഒരു വെറുപ്പും വൈരാഗ്യവും ആരോടും ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആറാമത്തെ ക്വാളിറ്റി, ഗുണം, ഹേർട്ട്ലെസ് വേർഡ്സ്. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഒരിക്കലും ആരെയും മുറിവേൽപ്പിക്കാൻ ഇടവരുത്താത്ത വാക്കുകൾ മാത്രമായിരിക്കണം. എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും മുറിവുണ്ടാകുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം ഞാൻ എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് വിടാനായിട്ട്. സൂക്ഷിച്ചു വേണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ഞാനും അൽമായരും വൈദികരും മെത്രാനും അൽമായരും എല്ലാവരും തന്നെ ഹംബിൾ ആയിരിക്കണം, ഹ്യൂമൺ ആയിരിക്കണം, ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം, ഹെൽപ്പിംഗ് മൈൻഡഡ് ആയിരിക്കണം, ഹേറ്റഡ്ലെസ് ആയിരിക്കണം, അതുപോലെ തന്നെ ഹേർട്ട്ലെസ് വേർഡ്സ് മാത്രം സംസാരിക്കുന്നവരായിരിക്കണം. അങ്ങനെ യേശുവിൻ്റെ ആ പൗരോഹിത്യം ഏറ്റവും ഭംഗിയായിട്ട് സ്വീകരിച്ച് ജീവിക്കാൻ മാമോദിസ എന്ന കുദാശയിലൂടെ അത് ഏറ്റുവാങ്ങിയിരിക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.